നമ്മൾ സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ പോയി മക്കാമ് നുള്ളിപ്പറിച്ച് തിന്നൊന്നല്ല. നമ്മളവിടെ ഖുർആൻ ഓതുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്നു. അല്ലാഹ് ഈ ശുഹദാഇന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷം പുറത്തു തരണം അല്ലാഹുവേ. ഇതാണ് നമ്മളെ ദുആ, നമ്മളെ സിയാറത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയണം. അതും അത് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാ മൂപ്പർ ഇതാരാ എണ്ണുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മുജാഹിദ് ബാലുശ്ശേരിയല്ല, TP അബ്ദുള്ള കോയ മദനിയല്ല, AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ഞാൻ വെക്കുന്നത്. സിയാറത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ മുൻനിർത്തി അള്ളാനോട് തേടലാണ്, അവിടെ ഖുർആൻ ഓതലാണ്. അങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹിന്റെ സമീപത്ത് എന്നാലും സുന്നിയിൽ അത്രയും കടികട്ടിയുള്ള നിങ്ങൾ EK ഉസ്താദിന് ആദർശത്തിൽ സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞ് വേറെ സമസ്ത ഉണ്ടാക്കിയ നിങ്ങൾ ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ, അമ്പിയാക്കളുടെ തിരുഹദറത്തിലെത്തിയാൽ നമ്മൾ ചെയ്യുന്ന സിയാറത്തിന്റെ മുഖ്യഭാഗം അവരോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് നഷ്ടപ്പെട്ടു പോയി? ഇതൊരു ചോദ്യമല്ലേ കൂട്ടുകാരെ? എവിടെ ഇസ്തിഗാസ? എന്താ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞത്? യാതാൽ ഒരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവീനെന്നോവർ. അതാ മൂപ്പര് പറഞ്ഞ തവസ്സുൽ. കഴിഞ്ഞോ നമ്മൾ ഇസ്തിഗാസയല്ലേ ആദ്യം പറയേണ്ടത്? അതല്ലേ മഹാൻ പറഞ്ഞത്? എന്നോട് തേടുവീൻ വേണ്ടുന്നതഫേരും എന്നാരെ തേടി അതെല്ലാം കൊടുത്തോവർ. എന്നോട് തേടുവീൻ, സലൂനി എന്നോട് ചോദിക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. അഹ്ലുസുന്നയുടെ ആളുകൾ സിയാറത്ത് പറയുമ്പോൾ ആദ്യം എണ്ണി പറയേണ്ടത് ഏതാ? നേർക്ക് നേരെ അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മടവൂര് ശൈഖുനാന്റെ അടുത്ത് മൂപ്പര് ഹയാത്ത് കാലത്ത് പോയാൽ എന്താ ചെയ്യാ? തവസ്സുല അവിടെ ചെയ്യല്? നേരെ ചോദിക്കല്ലേ, ശൈഖവറുകളെ എനിക്ക് രോഗമുണ്ട്, വാദപ്രതിവാദത്തിന് പോയി പനി വെടിപെട്ടുപോയി, എന്ത് ചെയ്യണം? ശൈഖുനെ മാറ്റിക്കൊടുക്കല്ലേ? നേരിട്ടല്ലേ ഈ സംഭവങ്ങളൊക്കെ?